Hi all, welcome to Edus Academy. അപ്പോൾ നമ്മുടെ നോർസെറ്റ് 9 എക്സാം അല്ലേ, നോർസെറ്റ് 9 എക്സാം സെപ്റ്റംബർ മാസം 14-ാം തീയതിയാണ് അതിന്റെ പ്രിലിമിനറി എക്സാംസ് നടക്കുക. മെയിൻ എക്സാം നമുക്കറിയാം സെപ്റ്റംബർ മാസം 27-ാം തീയതി അല്ലേ. സോ നമുക്ക് പ്രിലിമിനറി എക്സാമിന് ഏകദേശം ഒരു മാസമാണ് നമ്മുടെ കയ്യിലുള്ളത് അല്ലേ. സോ നമ്മൾ കഴിഞ്ഞ DME എക്സാമിനൊക്കെ ഒരുപാട് സ്റ്റുഡൻസിന്റെ ആവശ്യപ്രകാരം നമ്മളൊരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് നമ്മൾ റൺ ചെയ്തിരുന്നു. ആ ഒരു എക്സാം കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിരുന്നു. അതായത് ആ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് ഒരുപാട് പ്രയോജനപ്പെട്ടു, അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ കഴിഞ്ഞു, നന്നായിട്ട് ഓർത്തെടുക്കാൻ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴും കുറെ സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് നമുക്ക് നോർസെറ്റ് 9 എക്സാം ഫോക്കസ് ചെയ്തിട്ട് തരാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നോർസെറ്റ് 9 എക്സാം നമുക്ക് അറിയാമല്ലോ, നമ്മുടെ DME എക്സാം വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് കുറെ വ്യത്യാസമുള്ള ഒരു എക്സാം പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് നമ്മുടെ നോർസെറ്റ് എക്സാം എന്ന് പറയുന്നത്. അതായത് കുറെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, അതുകൂടാതെ നോൺ നഴ്സിംഗ് സബ്ജക്ട്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, പിന്നെ ഇതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കൂടെയാണ് അല്ലേ. സോ കുറച്ചേറെ വ്യത്യാസം നമ്മുടെ DME എക്സാമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നോർസെറ്റ് എക്സാമിന് ഉണ്ടാകും. സോ അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റുഡൻസ് റിക്വസ്റ്റ് ചെയ്തിരുന്നു, സാർ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ബാച്ച് ആയിട്ട് തന്നെ നമുക്ക് തരാവോ എന്ന് ചോദിച്ചിരുന്നു. സോ അവരുടെയൊക്കെ അഭിപ്രായം മാനിച്ചിട്ടാണ് നമ്മൾ ഒരു പുതിയൊരു ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാണ്, എസ്പെഷ്യലി ദാറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ നോർസെറ്റ് 9 എക്സാം കേട്ടോ. നമുക്ക് അതിന്റെ കോഴ്സ് ഫീച്ചേഴ്സ് നോക്കാം. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ബാച്ച് ഇങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഡെയിലി 1 to 2 hours പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്ലസ് പ്രോബബിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ്. അതായത് നമ്മൾ മെയിൻ എക്സാം വരെ ഇതിന്റെ വാലിഡിറ്റി അല്ലെങ്കിൽ ഈ കോഴ്സ്, ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പ്രിലിമിനറി എക്സാംസ് വരുന്നത് സെപ്റ്റംബർ 14 സെപ്റ്റംബർ 27 നമ്മുടെ മെയിൻ എക്സാം വരുന്നത്. സോ അതിൽ രണ്ടിലും എക്സാം പാറ്റേൺ, ക്വസ്റ്റ്യന്റെ പാറ്റേൺ ഒക്കെ വ്യത്യാസമാണ്. നമുക്കൊരിക്കലും റിസൾട്ട് വന്നതിന് ശേഷം മെയിൻ എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല. കാരണം നമുക്ക് ഏകദേശം ഒരു 1 വീക്ക് ചിലപ്പോൾ കഷ്ടേ കിട്ടത്തുള്ളൂ മെയിൻ എക്സാമിനായിട്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രിലിമിനറി എക്സാം കഴിഞ്ഞതിന് ശേഷം അതിനോടൊപ്പം തന്നെ നമ്മൾ മെയിൻ എക്സാമിന് ട്രെയിനിങ്ങും, അതായത് ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ സ്റ്റുഡൻസിന് നൽകുന്നതായിരിക്കും. സോ ഒരു ഡെയിലി 1 to 2 hours പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, അതോടൊപ്പം തന്നെ പ്രോബബിൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആപ്പിലൂടെ ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന്. അതുകൂടാതെ ഇതിന്റെ റെക്കോർഡ് വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. കൂടാതെ ഇൻഡെപ്ത് എക്സ്പ്ലനേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ്, കൂടാതെ ആൻസേഴ്സ്, റാഷണൽ ഓപ്ഷൻസ്, അതായത് നമ്മൾ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആണ് നമ്മൾ ഇതിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. അതായത് പല സ്റ്റുഡൻസിനും സാധാരണ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ഏരിയ ആണ് ഈ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അവർക്ക് ആൻസർ ചെയ്യാൻ കഴിയാതെ വരും. സോ അവരെ കൂടെ ഫെസിലിറ്റേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടത്തുന്നതായിരിക്കും. ഇതിനോടൊപ്പം തന്നെ കൂടാതെ സ്പെഷ്യൽ ഫോക്കസ് ഓൺ നോൺ നഴ്സിംഗ് സബ്ജക്ട്സ്, അതായത് നമ്മുടെ നോർസെറ്റിന്റെ സിലബസ് ഫുൾ കവർ ചെയ്തിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ആയിരിക്കും നമ്മൾ അവൈലബിൾ ആക്കുന്നത്. സോ ഇത് നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ശരിക്കും തികച്ചും ഫ്രീ ആയിട്ടായിരിക്കും നൽകുക. കൂടാതെ ഈ ബാച്ചിലേക്ക്, എക്സ്ക്ലൂസീവ്ലി ഈ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോയുടെ താഴെ തന്നിരിക്കുന്ന കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഉണ്ടാവും, ആ ലിങ്ക് ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഇനി എക്സാമിന് അധികം ദിവസമില്ല. ഒരു അത്യാവശ്യം നല്ല സാലറിയിൽ സെൻട്രൽ ഗവൺമെന്റ് ജോബ് കിട്ടാൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു എക്സാം ആണ് നോർസെറ്റ് 9. അപ്പം സമയം കളയാതെ നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ എല്ലാ വിഷസും ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ടേക്ക് കെയർ.